ബോർഡ് എക്സാമിൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന തിയറി നല്ല പോലെ വൃത്തിക്ക് പഠിക്കുക. പിന്നെ കീമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കീമിൻ്റെ PYQ ടൈം കിട്ടുമ്പോൾ ചെയ്യാം. മാക്സിമം PYQs തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, CBSE ബോർഡ് എക്സാമിനെക്കാട്ടും കുറച്ച് ലെവൽ കുറവായിരിക്കും കീമ്. പക്ഷേ CBSE ബോർഡ് എക്സാമിൽ കുറച്ചുകൂടി ലെവൽ കുറവാണെങ്കിൽ എനിക്ക് തോന്നുന്നു. ഓക്കെ. പക്ഷേ ടൈം മാനേജ്മെൻറ്റ് പ്രശ്നമാണ്. കാരണം കീമിന് എന്ന് പറയുമ്പോൾ മിനിമം ടൈമും മാക്സിമം ക്വസ്റ്റ്യനും. ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എൻ്റെ കൂടെ നിൽക്കുന്ന ആരാണ്, എന്തിനാണ് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നതെന്ന്. കാരണം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. 10ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് സിലബസ് പഠിച്ച് ഇപ്പോൾ നമ്മുടെ സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ച് വലിയൊരു റിസൾട്ട് ഒരുപാട് അച്ചീവ്മെൻറ്റ്സുകൾ നേടിയ ഒരാളും കൂടിയാണ്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. മലപ്പുറം ഡിസ്ട്രിക്ട് ടോപ്പറാണ്. അതേപോലെ കേരളത്തിലെ 20th റാങ്കുള്ള നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ കീം എക്സാമിൽ വന്ന നമ്മുടെ 20th റാങ്ക് നേടിയ ഷഹലാണ്. അതിന് മാത്രമല്ല അതിനേക്കാളൊക്കെ അച്ചീവ്മെൻറ്റ്സുകൾ നേടിയ ഒരാളാണ്. അപ്പോൾ നേരിട്ട് നമുക്ക് ഷാലിനോട് ചോദിക്കാം. ഷാൽ, വെൽക്കം. ഹായ്. പറഞ്ഞോ ഷാലിന് എന്താണ് പറയാനുള്ളത്? ഷാലിൻ്റെ അച്ചീവ്മെൻറ്റ്സുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പഠിച്ചത്? അച്ചീവ്മെൻറ്റ്സുകൾ പറഞ്ഞു തുടങ്ങാം നമുക്ക്. ഞാൻ ഫസ്റ്റ് ക്രാക്ക് ചെയ്ത NDA ആണ്. പിന്നെ JEE മെയിൻസ് 99% ഉണ്ടായിരുന്നു. പിന്നെ JEE അഡ്വാൻസ് IIT ബോംബെയിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടി. പിന്നെ കുസാറ്റ് 22ാം റാങ്കായിരുന്നു. കീമിന് 20ാം റാങ്കും മലപ്പുറം ഡിസ്ട്രിക്ട് ടോപ്പറാണ്. അടിപൊളി. അപ്പം വലിയ വലിയ അച്ചീവ്മെൻറ്റ്സുകളൊക്കെയാണ് നമുക്ക് നേടിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് അച്ചീവ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് കീം എക്സാം ക്രാക്ക് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. നമ്മൾ മറ്റ് എൻട്രൻസ് എക്സാമുകൾ പോലെയല്ല കീം എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ബോർഡ് എക്സാമിന് മാർക്ക് വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ കീം എക്സാമിൻ്റെ എഞ്ചിനീയറിംഗ് എക്സാമും കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പം നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളില്ലേ, അപ്പോൾ അവിടെ ഇപ്പോൾ +2 കഴിഞ്ഞു. ഈ വർഷം +2 കഴിഞ്ഞിറങ്ങി. എങ്ങനെയായിരുന്നു നമ്മുടെ സ്കൂളിൻ്റെ സിസ്റ്റം അത് സപ്പോർട്ട് ചെയ്തത്? ഈ എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഏത് രീതിയിലാണ് പോകുന്നത്? സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? സ്കൂളിൽ പറയുമ്പോൾ നമ്മൾ എൻട്രൻസും ബോർഡ് എക്സാമും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് DPP അതിനനുസരിച്ചാണ് വരിക. അപ്പോൾ ആദ്യത്തെ DPP തന്നെ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് ചെയ്താൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം JEE മെയിൻസും ക്രാക്ക് ചെയ്യാം. സൈലത്തിൻ്റെ DPPs തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതിൻ്റെ ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ സൈലത്തിൻ്റെ സ്കൂള് അവിടുത്തെ ടീച്ചേഴ്സ് എങ്ങനെയാണ്, ഫ്രണ്ട്ലി ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ഇപ്പോൾ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫ്രണ്ട്സ്, ഇതൊക്കെ എങ്ങനെയായിരുന്നു പഠനത്തിന് മുന്നേ? ഫ്രണ്ട്ലി ആണ്, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അതൊന്നും ആരും എത്ര വേണമെങ്കിലും ചോദിക്കാം. പിന്നെ നമുക്ക് എന്നിട്ടും പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുക. കാരണം അതിൽ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഒരു സെറ്റപ്പ് ഉണ്ട്, അതും ഉപയോഗിക്കാം. അടിപൊളിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് പറയാനുള്ള ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു സൈലം സ്കൂളിൽ നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്? ബോർഡ് എക്സാം എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു? 94% +2 CBSE ബോർഡ് എക്സാമിനുണ്ട്. അപ്പോൾ നമുക്കറിയാം കീം എക്സാമിന് വേണ്ടിയിട്ട് ബോർഡ് എക്സാമും അതോടൊപ്പം തന്നെ നമുക്ക് എൻട്രൻസ് ലെവലും കൂടി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ബോർഡ് എക്സാമും നമ്മുടെ കീമോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് ഒരുമിച്ച് എങ്ങനെയായിരുന്നു കൊണ്ടുപോയത്? കീമ് JEE മെയിൻസിൻ്റെ പഠിച്ചുകൊണ്ട് കീമ് കുഴപ്പമില്ല. ബോർഡ് എക്സാം കുറച്ച് തിയറി ബേസ്ഡ് ആയതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി ഇപ്പോൾ ബോർഡ് എക്സാമിന് കൂടി വേണ്ടിയിട്ട് നമ്മൾ DPP തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതൊക്കെ ചെയ്തിട്ടാണ് പഠിച്ചത്. ദിവസം ഏകദേശം എത്ര മണിക്കൂറൊക്കെ പഠിക്കും? അങ്ങനെ പ്ലാനുകളുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും പഠിക്കും? അതോടെ എല്ലാ ദിവസവും പഠിക്കും. അന്നന്ന് എടുക്കുന്നത് അന്നന്ന് ക്ലിയർ ചെയ്ത് പോകും. വളരെയധികം സന്തോഷം. ഇപ്പോൾ ഒരു കുട്ടി ആഗ്രഹിക്കുകയാണ്, എനിക്കങ്ങനെ IITകളോ NITകളോ ഒന്നും എൻ്റെ സ്വപ്നമല്ല, കേരളത്തിലൊരു മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്കൊക്കെ എനിക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ബോർഡ് എക്സാമിനും എനിക്ക് പ്രിപ്പയർ ചെയ്യണം, കീം എക്സാമിനും പ്രിപ്പയർ ചെയ്യണം. അപ്പം ഹയർ ഓർഡറിൽ പഠിക്കാത്തൊരു കുട്ടി എത്രത്തോളം കഷ്ടപ്പെടേണ്ടതുണ്ട്, എങ്ങനെയൊക്കെയാണ് മോൻ്റെ ഒരു സജഷൻ എന്താണ്? അതായത് ബോർഡ് എക്സാമിൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന തിയറി നല്ല പോലെ വൃത്തിക്ക് പഠിക്കുക. പിന്നെ കീമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കീമിൻ്റെ PYQ ടൈം കിട്ടുമ്പോൾ ചെയ്യാം. മാക്സിമം PYQs തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ശരി. അത് കോൺസെപ്റ്റിനെ പറ്റി എങ്ങനെയാണ്? കോൺസെപ്റ്റ് പഠിക്കുന്ന രീതികൾ PYQs മാത്രം മതി, അല്ലെങ്കിൽ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി? ഒരു കോൺസെപ്റ്റ് പഠിക്കുക, അതിൻ്റെ PYQs ചെയ്യുക, അപ്പോൾ അത് സ്ട്രോങ് ആയി. ഇനി അടുത്ത കോൺസെപ്റ്റ് പഠിക്കുക, അതിൻ്റെ PYQ, അപ്പോൾ അത് അങ്ങനെ സ്ട്രോങ് ആക്കി പോകാൻ. അതായത് ടോപ്പിക് വൈസ് നമ്മൾ ക്ലിയർ ചെയ്ത് എന്നിട്ട് പോകണം എന്നല്ലേ? എല്ലാം ഒരു ഫുള്ള് ലെസൺ പഠിച്ചിട്ട് ചെയ്യാൻ ചിലപ്പം നടുവിൽ നമ്മൾ മറന്നു പോകും. അപ്പോൾ അതായത് നമ്മൾ സബ് ഇൻട്രോയിലായിട്ട് തിരിച്ചിട്ട് എന്നിട്ട് ആ ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കുട്ടിയോട് പറയാനോ? അപ്പോൾ സ്റ്റേറ്റ് പഠിക്കുന്ന കുട്ടികളുണ്ട്, ഇതേപോലെ ഈ വീഡിയോ കാണുന്ന +2 സ്റ്റേറ്റ് പഠിക്കുന്ന കുട്ടികളുണ്ട്, CBSE പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ രണ്ടുപേരെയും കമ്പയർ ചെയ്തിട്ട് പറയാൻ പറ്റും ഏതൊക്കെ രീതിയിൽ അവർ മുന്നോട്ട് പോകണം എന്നുള്ളത്? CBSE ബോർഡ് എക്സാമിനെക്കാട്ടും കുറച്ച് ലെവൽ കുറവായിരിക്കും കീമ്. പക്ഷേ CBSE ബോർഡ് എക്സാമിൽ കുറച്ചുകൂടി ലെവൽ കുറവാണെങ്കിൽ എനിക്ക് തോന്നുന്നു. ഓക്കെ. പക്ഷേ ടൈം മാനേജ്മെൻറ്റ് പ്രശ്നമാവും. കാരണം കീമിന് എന്ന് പറയുമ്പോൾ മിനിമം ടൈമും മാക്സിമം ക്വസ്റ്റ്യനും. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ടൈം മാനേജ്മെൻറ്റ് മാത്രമേ CBSEക്കാർക്ക് ആ പ്രശ്നം വരുള്ളൂ. പക്ഷേ സ്റ്റേറ്റിലേക്ക് പറയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഉള്ള ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ കുറച്ചുകൂടി
PYQs കൂടി ആഡ് ചെയ്തിട്ട് ക്രാക്ക് ചെയ്യാം. യെസ് മക്കളെ, സ്റ്റേറ്റ് ആവട്ടെ CBSE ആവട്ടെ എല്ലാവരും ഒരേ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻസിൻ്റെ ടഫ്നെസ് എന്ന് നോക്കുന്ന സമയത്ത് CBSEക്കാർ കുറച്ചുകൂടി ഹയർ ഓർഡറിലാണ് വരുന്നത്. അപ്പം ശാലിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം വരുന്നത് എന്താ വെച്ചാൽ CBSE ബോർഡ് എക്സാമിനേക്കാൾ അല്പം കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് കീം എക്സാം ക്രാക്ക് ചെയ്യാനെന്നാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ +2 CBSE ബോർഡ് എക്സാം നമ്മൾ നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് അത് എളുപ്പമാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. സ്റ്റേറ്റ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സാം പാറ്റേൺസ് അത്യാവശ്യം കുറവാണ്, നമുക്ക് അത്ര വലിയ ടഫൊന്നും വരുന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷത്തൊക്കെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് ടഫിലേക്ക് വരുന്നുണ്ട്. ഈ വർഷം അങ്ങനെ ആവട്ടെ, കാരണം എത്രത്തോളം എക്സാം ടഫ് ആവും അത്രത്തോളം നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുക. അപ്പോൾ സ്റ്റേറ്റ് കുട്ടികൾ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് തന്നെ പഠിക്കുക. കോൺസെപ്റ്റ് ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ശാലു പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം PYQs മാക്സിമം വർക്കൗട്ട് ചെയ്യുക. കീം എക്സാം ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കീം എക്സാമിൻ്റെ PYQs നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുക. എല്ലാവിധ സപ്പോർട്ടായിട്ട് ഞങ്ങളുണ്ടാവും. അപ്പോൾ സൈലം എങ്ങനെ പുള്ളിയല്ലേ? യെസ്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ബൈ.